കാഞ്ഞങ്ങാട് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ ഹോസ്റ്റൽ വാർഡനെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വൈകി ഹോസ്റ്റലിൽ വന്നതിനെ വാർഡൻ ഭീഷണിപ്പെടുത്തിയതിൽ മനം നൊന്താണ് കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നാണ് എഫ്ഐആറിലെ പരാമർശം. അരുൺ പാറയ്ക്കൽ, കാസർഗോഡ് നിന്ന്. ഗുഡ് മോർണിംഗ് അരുൺ. യഥാർത്ഥത്തിൽ കുട്ടികളിലൊക്കെ വലിയ പ്രതിഷേധമാണല്ലോ ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം ഹോസ്റ്റലൊക്കെ താമസിച്ചു വരുമ്പോൾ ഈ വാർഡനെ ചോദിക്കാതിരിക്കാനും പറ്റില്ല. എന്നാൽ ഈ കൂടുതൽ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ഒരു വഴക്ക് പറഞ്ഞു എന്നാണോ നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലായത്? എസ് കെ അതുതന്നെയാണ്. വാർഡൻ്റെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് നിരന്തരമായി വരുന്ന ഒരു പരാതിയാണ്. അതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടി, അതായത് മൂന്നാം വർഷ മൻസൂർ ആശുപത്രിയിലെ മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. കുട്ടി ഇന്നലെ വൈകുന്നേരം മുതൽ കണ്ണൊക്കെ അനക്കാൻ തുടങ്ങി എന്നൊരു ശുഭകരമായ വാർത്ത ആശുപത്രി അധികൃതരിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടിക്ക് അസുഖമുണ്ടായിരുന്നു. ഈ അസുഖത്തെ തുടർന്ന് ട്രിപ്പിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് വൈകിയെന്ന് ആരോപിച്ചുകൊണ്ട് ഈ ഹോസ്റ്റൽ വാർഡൻ മോശമായി പെരുമാറിയത്. ആശുപത്രിയിലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും ഹോസ്റ്റൽ വാർഡൻ അത് അംഗീകരിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇപ്പോൾ ഹോസ്റ്റൽ വാർഡനെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് പോലീസും അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ആശുപത്രിയിലെ മറ്റ് വിദ്യാർത്ഥിനികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. വിദ്യാർത്ഥിനികളും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിലും കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഈ ഭാഗത്ത് ഇതിനെ ചൊല്ലി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ കനക്കുകയാണ് എസ് കെ. നമുക്കൊപ്പം ചേർന്ന് അരുൺ പാറയ്ക്കലാണ്. വലിയ പ്രതിഷേധമാണ് കാസർഗോഡ് ജില്ലയിൽ ഈ കാര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം കുട്ടികളെയൊക്കെ ഡീൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൗമ്യതയോടെയും അവർക്ക് മനപ്രയാസം ഉണ്ടാകാത്ത രീതിയിലും ഡീൽ ചെയ്യണമെന്നാണ് ഈ വാർഡന്മാരോട് നമുക്ക് പറയാനുള്ളത്.